നമസ്കാരം. ഗോവൻ വിശേഷത്തിലേക്ക് സ്വാഗതം. എയർ ഇന്ത്യ റിപ്പോർട്ടിൽ പൈലറ്റ് യൂണിയൻ സംശയം പ്രകടിപ്പിക്കുന്നു. എയർ ഇന്ത്യ വിമാന അപകട റിപ്പോർട്ടിനെ ചൊല്ലി ഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ പൈലറ്റ്സ് പ്രസിഡന്റ് ചരൺവീർ രൺധാവ സംശയമുന്നയിച്ചു. കോക്പിറ്റിൽ ആരാണ് നിയന്ത്രണം വഹിച്ചിരുന്നതെന്ന് റിപ്പോർട്ട് വ്യക്തമാക്കുന്നില്ലെന്നും ഇലക്ട്രിക്കൽ അല്ലെങ്കിൽ സോഫ്റ്റ്വെയർ തകരാറിന്റെ സാധ്യതയും ചൂണ്ടിക്കാട്ടി. ഫ്യൂവൽ കൺട്രോൾ സ്വിച്ചുകൾ സ്വയം സ്ഥാനം മാറിയെന്ന റിപ്പോർട്ട് സിസ്റ്റത്തിലെ ഗുരുതരമായ പിഴവിനെ സൂചിപ്പിക്കുന്നു. 2018 ബോയിങ് അഡ്വൈസറി ഇത്തരം തകരാറുകൾ സംബന്ധിച്ച് മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഇരട്ട എഞ്ചിൻ തകരാറില്ലാതെ പൈലറ്റുകൾ സ്വിച്ചുകൾ മാറ്റില്ലെന്നും ഇലക്ട്രോണിക് സിസ്റ്റത്തിലെ പ്രശ്നമാണ് ഇതിന് കാരണമെന്നും രൺധാവ പറഞ്ഞു. ബോയിങ് 737 വിമാനങ്ങളിൽ ഇത്തരം പരിശോധനകൾ നിർബന്ധമാക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. മലിനീകരണ നിയന്ത്രണ മാനദണ്ഡങ്ങൾ ലഘൂകരിച്ചു. ഗോവ സ്റ്റേറ്റ് പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് വ്യവസായ യൂണിറ്റുകൾക്കും പ്രൊജക്റ്റുകൾക്കും കൺസെന്റ് ടു എസ്റ്റാബ്ലിഷ്, കൺസെന്റ് ടു ഓപ്പറേറ്റ് സർട്ടിഫിക്കറ്റുകൾ നൽകുന്നതിന് ലളിതവും വേഗതയേറിയതുമായ നടപടികൾ പ്രഖ്യാപിച്ചു. 50 ലക്ഷം രൂപ വരെ മൂലധന നിക്ഷേപമുള്ള വ്യവസായങ്ങൾക്ക് സെൽഫ് സർട്ടിഫിക്കേഷനും തേർഡ് പാർട്ടി പരിശോധനയും അനുവദിച്ചു. എല്ലാ വ്യവസായങ്ങൾക്കും 3 വർഷത്തേക്ക് CTE, CTO, ഓട്ടോ റിന്യൂവൽ ലഭിക്കും. ജൂലൈ 11 പുറപ്പെടുവിച്ച സർക്കുലർ ബിസിനസ് ചെയ്യുന്നതിന്റെ എളുപ്പം വർദ്ധിപ്പിക്കാനും നിയന്ത്രണങ്ങൾ കുറയ്ക്കാനും ലക്ഷ്യമിടുന്നു. ഇത് വ്യവസായങ്ങൾക്ക് സമയബന്ധിതമായി അനുമതി ലഭിക്കാൻ സഹായിക്കുമെന്ന് ബോർഡ് അറിയിച്ചു. കലങ്കുത്തിലെ ടാറ്റു വിവാദം കത്തിക്കുത്തിൽ കലാശിച്ചു. കലങ്കുത്തിലെ കോബ്ര വാഡോയിൽ ടാറ്റു ബിസിനസിനെ ചൊല്ലിയുള്ള തർക്കം അക്രമാസക്തമായി. അരുൺ ലമാനി എന്നയാൾക്ക് മുഖത്തും വയറ്റിലും ഗുരുതരമായി കുത്തേറ്റു. ഗോവ മെഡിക്കൽ കോളേജിൽ ഇയാൾ ചികിത്സയിലാണ്. ആക്രമണം നടത്തിയ ആകാശ് ലമാനി ഒളിവിലാണ്. ഇരുവരും മുമ്പ് ടാറ്റു ബിസിനസ്സിൽ പങ്കാളികളായിരുന്നെങ്കിലും അരുൺ പിന്നീട് സ്വതന്ത്രമായി പ്രവർത്തിച്ചു. ഞായറാഴ്ച പുലർച്ചെ 1:30 JJ ബേക്കറിക്ക് സമീപം കണ്ടുമുട്ടാൻ ആകാശ് അരുണിനെ വിളിച്ചതാണ് സംഭവത്തിന്റെ തുടക്കം. ബിസിനസ് തർക്കമാണ് ആക്രമണത്തിന് പിന്നിലുള്ള കാരണമെന്ന് പോലീസ് പറഞ്ഞു. 10-12 ക്ലാസ് വിദ്യാർത്ഥികളുടെ ഡേറ്റ അപ്ലോഡ് ചെയ്യാൻ ബോർഡ്. ഗോവ ബോർഡ് ഓഫ് സെക്കൻഡറി ആൻഡ് ഹയർ സെക്കൻഡറി എഡ്യൂക്കേഷൻ 2024-25 അധ്യയന വർഷത്തെ 9-11 ക്ലാസ് വിദ്യാർത്ഥികളുടെ ഡേറ്റ ജൂലൈ 18 അപ്ലോഡ് ചെയ്യാൻ സ്കൂളുകൾക്ക് നിർദ്ദേശം നൽകി. ഇത് പാലിക്കാത്ത വിദ്യാർത്ഥികൾ 2025-26 10-12 ബോർഡ് പരീക്ഷയ്ക്ക് രജിസ്റ്റർ ചെയ്യാൻ അനുവദിക്കില്ല. മെയിൽ നൽകിയ ജൂൺ 15 വരെയുള്ള സമയപരിധി പല സ്കൂളുകളും പാലിച്ചില്ല. ബോർഡിന്റെ ഔദ്യോഗിക വെബ്സൈറ്റിലെ പോർട്ടലിൽ ഡേറ്റ അപ്ലോഡ് ചെയ്യണം. 2026 ഫെബ്രുവരി-മാർച്ച് നടക്കുന്ന SSC, HSSC പരീക്ഷകളുടെ താൽക്കാലിക ഷെഡ്യൂൾ ബോർഡ് പ്രഖ്യാപിച്ചു. നൽകിയ അനുമതികൾ പുനഃപരിശോധിക്കാൻ അധികാരമില്ലെന്ന് GCZMA. ഗോവ കോസ്റ്റൽ സോൺ മാനേജ്മെന്റ് അതോറിറ്റി തങ്ങളുടെ തീരുമാനങ്ങൾ പുനഃപരിശോധിക്കാൻ അധികാരമില്ലെന്ന് വ്യക്തമാക്കി. ബാംബോളിമിലെ ഒരു പഞ്ചനക്ഷത്ര റിസോർട്ടിനെതിരെ MLA വിരേഷ് ബോർക്കറും ഗോവ ഗ്രീൻ ബ്രിഗേഡും ഉന്നയിച്ച പരാതിയെ തുടർന്ന് ഏപ്രിലിൽ പുറപ്പെടുവിച്ച ഷോക്കോസ് നോട്ടീസും സ്റ്റോപ്പ് വർക്ക് ഓർഡറും പിൻവലിച്ചു. 2021 സെപ്റ്റംബറിൽ റിസോർട്ടിന് നൽകിയ അനുമതി പുനഃപരിശോധിക്കാൻ അതോറിറ്റിക്ക് അവകാശമില്ലെന്ന് മിനിറ്റ്സിൽ പറയുന്നു. 2011 CRZ നോട്ടിഫിക്കേഷൻ പ്രകാരം സംരക്ഷണ മതിൽ നിർമ്മാണം നിയന്ത്രിത പ്രവർത്തനമാണ്. 2026 വരെ അനുമതി സാധുവാണ്. നിയമസഭാ സമ്മേളനം അടുക്കവേ പ്രതിപക്ഷത്ത് വിള്ളൽ. ഗോവ നിയമസഭാ സമ്മേളനത്തിന് ദിവസങ്ങൾ മാത്രം ശേഷിക്കെ പ്രതിപക്ഷ പാർട്ടികൾ തമ്മിൽ ഭിന്നത രൂക്ഷമായി. ഗോവ ഫോർവേഡ് പാർട്ടി നേതാവ് വിജയ് സർദേശായി പ്രതിപക്ഷ നേതാവ് യൂറി അലൈമാവോ വിളിച്ച് ജൂലൈ 15 യോഗം സമ്മേളനം പ്രഖ്യാപിച്ച ഉടൻ യോഗം വിളിക്കണമെന്ന പതിവ് പാലിക്കാത്തതിനെ വിമർശിച്ചു. ഈ യോഗം ഫലപ്രദമാകില്ലെന്നും ഗോവ സർക്കാരിന്റെ ജനാധിപത്യ വധത്തിനെതിരെ ഫലപ്രദമായി പ്രതികരിക്കാൻ കഴിയുമോ എന്നും സർദേശായി ചോദിച്ചു. ബിസിനസ് അഡ്വൈസറി കമ്മിറ്റി യോഗം ബഹിഷ്കരിച്ചതിന് സമാനമായി ഈ യോഗവും വൈകി വിളിച്ചതിനാൽ പ്രതിപക്ഷത്തിന്റെ ഏകോപനം ദുർബലമാകുമെന്ന് സർദേശായി പറഞ്ഞു. നദോറ നിവാസികൾ സുവേം ദ്വീപിനെ ബാർദേസ് മെയിൻലാൻഡുമായി ബന്ധിപ്പിക്കുന്ന പുതിയ പാലം ആവശ്യപ്പെടുന്നു. നദോറയിലെ സുവേം ദ്വീപിനെ ബാർദേസ് മെയിൻലാൻഡുമായി ബന്ധിപ്പിക്കുന്ന നിലവിലെ കാൽനട പാലം അപകടാവസ്ഥയിലാണെന്ന് ചൂണ്ടിക്കാട്ടി പുതിയ പാലം നിർമ്മിക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. 1987 നിർമ്മിച്ച പാലത്തിൽ വിള്ളലുകളും തകർച്ചയും കാരണം ജില്ലാ ഭരണകൂടം ഇത് അടച്ചിരുന്നു. 250-ലധികം ദ്വീപ് നിവാസികൾ, പ്രത്യേകിച്ച് വിദ്യാർത്ഥികളും അടിയന്തര രോഗികളും ഇതുമൂലം ബുദ്ധിമുട്ടുന്നു. പുതിയ പാലത്തിന് 165 ചതുരശ്ര മീറ്റർ ഭൂമി ഏറ്റെടുത്തെങ്കിലും വികസനത്തിന് ഇത് പര്യാപ്തമല്ല. ഗ്രാമസഭ പുതിയ പാലത്തിന് അനുകൂലമായ പ്രമേയം പാസാക്കി. മറ്റ് 2 സ്ഥലങ്ങളിൽ മോട്ടോർ പാലം നിർദ്ദേശിച്ചു. ഭൂമി ഏറ്റെടുക്കൽ വെല്ലുവിളിയാണെന്ന് സർപഞ്ച് പറഞ്ഞു.
നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ഗോവൻ വിശേഷത്തിന്റെ ഈ വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു. എല്ലാ ദിവസവും വാർത്തകൾക്കായി ഫോളോ ചെയ്യണമെന്നും വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കാനായി ബെല്ലൈക്കൺ എനേബിൾ ചെയ്യണമെന്നും അഭ്യർത്ഥിക്കുന്നു.